ഹായ് ഫ്രണ്ട്സ്, ഒരു 10 കൊല്ലമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തിരുവനന്തപുരംകാരായിട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയാണ്. ഇവിടെ നല്ല ഒരു വേൾഡ് റെക്കോർഡ് വരെ ഉണ്ട്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയല്ല, ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയാണ്. നാട്ടിലെല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിവിടെ വീട് താമസം കഴിഞ്ഞിട്ട് ആദ്യത്തെ അല്ല, രണ്ടാമത്തെ പൊങ്കാലയാണ്. പക്ഷേ ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും ഇവിടെ നിന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളൊക്കെ കലത്തിൻ്റെ മുകളിൽ കെട്ടാനുള്ള പൂവൊക്കെ റെഡിയാക്കി വെക്കുക. അതിൻ്റെ ഇടയിൽ ശുഭേച്ചി ഉണ്ട് കേട്ടോ. റോഡിൻ്റെ മുകളിലൊക്കെ കുരുത്തോലൊക്കെ വെച്ച് കെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്ലൊക്കെ വെച്ച് പൊങ്കാലയ്ക്കുള്ള കലമൊക്കെ വെച്ച് റെഡിയായി നിൽക്കുക കേട്ടോ. ഒരു 10 അടുപ്പുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് 10 പേരുണ്ടായിരുന്നു, 10 പേര്. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെള്ളമൊക്കെ വെച്ച് നമ്മൾ തീ കത്തിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. കറക്റ്റ് ആറ്റുകാല് പൊങ്കാലയ്ക്ക് തീ കത്തിക്കുന്ന സമയം നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ കറക്റ്റ് സമയത്തിന് നമ്മളെ ബാലേട്ടനാണ് തീ വിളക്കുന്ന് കത്തിച്ച് തരുന്നത്. അങ്ങനെ ബാലേട്ടൻ ഓരോരുത്തർക്കായിട്ട് തുറന്ന് തരികയാണ് കേട്ടോ. അങ്ങനെ ഒരറ്റത്തുനിന്ന് കത്തിച്ച് വരികയാണ്. മക്കളൊക്കെ എല്ലാവരും പട്ടുപാവാടയൊക്കെ എടുത്ത് സെറ്റായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർക്കൊക്കെ ഇതെന്താ സംഭവം എന്ന് അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. ആറ്റുകാൽ അമ്മയ്ക്ക് ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലും എല്ലാവരും പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളൊക്കെ തീ കത്തിച്ചു റെഡിയായി. ഇനി തീയിൽ വെള്ളം തിളയ്ക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ടു. ഞാനിവിടെ ചക്കര ചോറാണ് ഉണ്ടാക്കുന്നത്. ശർക്കര ചോറ്, നമ്മളിവിടേക്ക് ചക്കര ചോറ് എന്ന് പറയാം. അപ്പം ശർക്കര ചോറാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ തീ കത്തിച്ചിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് തിളച്ചു മറിഞ്ഞു. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുക. അത്രയ്ക്ക് ആളായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ എന്തായാലും പോയൊന്നും ഇടൂല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ടൊക്കെ ഒരു എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമല്ലത്. അങ്ങനെ എന്തായാലും നമ്മളും ഇതൊക്കെ ചെയ്തു. ശർക്കരയൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതേ ഒക്കെ കറക്റ്റായിട്ട് ആയി. നമ്മൾ സമയമാവാൻ വേണ്ടി കാത്തിരിക്കുക. ഒക്കെ എല്ലാവരും വെന്ത് ഇതായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആണുങ്ങളാണ് എല്ലാം. നമുക്ക് വെള്ളം, വത്തക്ക, വാട്ടർമെലൺ കേട്ടോ, അതൊക്കെ ചെത്തി കൊണ്ട് തരുന്നുണ്ട് സമയമാകുമ്പോൾ കേട്ടോ. പിന്നെ ഇത് പിന്നെയും കൊണ്ട് തന്നു. കാരണം ഇതൊക്കെ നിവേദിച്ചിട്ടല്ലേ ബാക്കി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ആറ്റുകാൽ എപ്പോഴാണോ തീർത്ഥം തളിക്കുന്ന ആ സമയത്ത് തന്നെ തീർത്ഥം തളിക്കാൻ വേണ്ടി ബാലേട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർത്ഥം ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഓരോ പൊങ്കാല അടുപ്പിലേക്കും തീർത്ഥം തളിച്ച് നിവേദിച്ചിട്ട് നമ്മളെ പൊങ്കാല ഇടുന്ന ഈ ഒരു 2025 പൊങ്കാല ഇവിടെ കഴിയും. അങ്ങനെ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തീർത്ഥം തളിക്കാൻ വേണ്ടിയിട്ട്. ഞാനും കറക്റ്റ് അവിടെ വന്നിരുന്നു. അപ്പോൾ അതേ തീർത്ഥം തളിച്ചു. പിന്നെ അതിലേക്ക് തുളസിയും പൂവൊക്കെ ഇല്ലേ, അതൊക്കെ സിജിമോനേട്ടനാണ് ഇടുന്നത്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരുമാണ് പൊങ്കാല ഇപ്രാവശ്യം ഇട്ടത് ഇവിടെ. ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇതിലും കൂടാൻ മതിയാവും. അങ്ങനെ ചോറും അവിയൽ, സാമ്പാർ, പുളിശ്ശേരി, പപ്പടം, അച്ചാറ് പിന്നെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരുണ്ടാക്കിയ പൊങ്കാല പായസം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ അത് നെയ്തിച്ച പായസം ഉണ്ടല്ലോ, അതൊക്കെ അവിടെ എല്ലാവരും വെച്ചതാണത്. പിന്നെ ബാലേട്ടൻ ബാക്കി അവലും മലരൊക്കെ ഇല്ലേ, അതൊക്കെ കൂടെ കൂട്ടി എല്ലാം കുഴച്ച് മിക്സ് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ കൂടെ തൊട്ട് വേറെ പ്രസാദം പോലെ ഉണ്ടാക്കി തന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ മക്കളൊക്കെ കളിയാട്ടോ പുറത്തുനിന്ന്. ഞങ്ങളെല്ലാവരും റെസ്റ്റ് എടുത്ത് അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി. തലേന്ന് കുറേ കഷ്ണങ്ങളൊക്കെ മുറിച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് ലേറ്റായിട്ടാണ് കിടന്നത്. രാവിലെ നേരത്തെ എണീറ്റു. അങ്ങനെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ഇതേ ക്ലീനിങ് ആൾക്കാർ വന്നു, കോർപ്പറേഷൻ്റെ കുറേ മക്കൾ. അങ്ങനെ അവരെ വക ക്ലീനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളെ എണീറ്റ് വന്നപ്പോൾ കാണുന്നത് ഇഷ്ടികയൊക്കെ കൊണ്ട് എടുത്തു വെച്ചിട്ടോ ചെറിയ മക്കൾ ഓരോന്നായിട്ട്. പിന്നെ ബാക്കിയുള്ള മണൽ അത് ചാക്കിൽ നിറയ്ക്കുന്നുണ്ട് ഓരോരുത്തരെ വകയായിട്ട്. ഇനി ഞങ്ങൾ പിന്നെ ഒക്കെ കൂടി അടിച്ചു വാരി എല്ലാം കൂട്ടി തോരണങ്ങളൊക്കെ കെട്ടി തൂക്കിയതൊക്കെ അഴിച്ചു. അങ്ങനെ ഉത്സവത്തിൻ്റെ എല്ലാം കൂടി ഇറങ്ങി. അങ്ങനെ അതൊക്കെ അഴിച്ചു മാറ്റി. ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. മൊത്തം മണലും പിന്നെ പൊടിയൊക്കെ അല്ലേ. അങ്ങനെ അതൊക്കെ അഴിച്ചു മാറ്റിയപ്പോഴത്തേ പിന്നെ അവർക്ക് സ്ഥലം ക്ലിയർ ആയല്ലോ. പിന്നെ ക്രിക്കറ്റ് കളിയായി അവരെല്ലാവരും കൂടെ. ഞാൻ പിന്നെ വിചാരിച്ച ക്രിക്കറ്റൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി
നമുക്ക് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കൊന്ന് അടങ്ങല്ലോ. അങ്ങനെ ഏട്ടൻ അതൊക്കെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.